ഇന്ന് നമ്മൾ ബുക്ക് വാങ്ങിക്കാനായിട്ട് കുഞ്ഞൂസിൻ്റെ സ്കൂളിൽ പോയതായിരുന്നു കേട്ടോ. കൊടുങ്ങല്ലൂർ ചാപ്പാറ OR-ID-5 ഗ്ലോബൽ സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതാണ് കേട്ടോ അവൻ്റെ സ്കൂള്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാറിനാണ് പോകുന്നത്. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സ്കൂള് പഠിക്കാനും ഇവിടെ വരാനും എല്ലാ ആക്ടിവിറ്റീസും ഉള്ളതുകൊണ്ട് തന്നെ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ എല്ലാവരും വന്നിട്ടുണ്ട്. ഇന്ന് അവൻ്റെ ബുക്ക് വാങ്ങിക്കേണ്ട ഡേറ്റ് ആയിരുന്നു 7th. അപ്പോൾ കുറേ കുട്ടികളും പാരൻസും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ കയറി ചെല്ലുന്നത് ഇതേപോലത്തെ ഒരു റിസപ്ഷൻ കൗണ്ടറിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ മാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് പേരും നമ്മൾ ചെല്ലുന്ന ടൈം, വിസിറ്റേഴ്സിൻ്റെ അഡ്രസ്സ് എഴുതാനൊക്കെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതണം. അത് കഴിഞ്ഞിട്ട് മാം ചോദിച്ചു നെയിം എന്താണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ബുക്ക് വാങ്ങിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ടോക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവന് യൂണിഫോമൊന്നും ഞാൻ ഇത്തവണ വാങ്ങിച്ചില്ല കേട്ടോ. യൂണിഫോമും ബാഗും വാങ്ങിച്ചില്ല, അത് കഴിഞ്ഞ തവണത്തെ തന്നെയാണ്. ബുക്ക് ബാക്കി ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ബുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ നമ്പർ അനുസരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്, കാരണം അവൻ ഭയങ്കര കളിയിലായിരുന്നു. അപ്പോൾ അവൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ. ഇവിടുത്തെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു പാർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവനിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിതേ ബുക്കൊക്കെ കിട്ടി. അച്ഛനാണ് കവർ പിടിച്ചേക്കുന്നത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവനവിടെ മറ്റേ സയാൻ എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കണതാണ്. നല്ല കളിയായിരുന്നു കേട്ടോ. സയാൻ്റെ അടുത്ത് നിന്ന് പോകുന്നതെന്നുള്ള സങ്കടമാണ്. അവന് സയാൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, എനിക്ക് സയാൻ്റെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ലേറ്റായിട്ടോ, 3 മണി 3:15 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബുക്ക് വാങ്ങിച്ചിട്ട് പോവുകയാണ് തിരിച്ച്. അപ്പോൾ അപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ ബുക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. IK ക്ലാസ്സിൻ്റെയാണ് ആ ഡേറ്റിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. IK പിള്ളേർ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും കുറേ പാരൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അവരുടെ ഗ്രൗണ്ട്. സ്കേറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിൽ ചെയ്യിക്കാറുണ്ട്. PT സാറുണ്ട് അതിന് വേണ്ടിയിട്ട്, അവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് PT സാറുണ്ട്. അപ്പോൾ ഇതാണ് സ്കൂൾ ഗ്രൗണ്ട്. കുറച്ചധികം നല്ല ഏരിയ ഉണ്ട് സ്കൂൾ ഗ്രൗണ്ട്. സ്കേറ്റിങ്ങും കാര്യങ്ങളും എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്രൗണ്ടുണ്ട്. പിന്നെ അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോരുകയാണ്. അവിടെ ട്രാക്ക് കണ്ടോ. അപ്പോൾ ഈ വർഷം തുടങ്ങിയവനെ സ്കേറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വർഷം തുടങ്ങിയേ അറിയുള്ളൂ എങ്ങനെയാണ് എന്താണ് ഇതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ നമ്മളിത് പുറത്തെത്തി, റോട്ടിലേക്ക് കയറി. അപ്പോൾ നമ്മൾ വണ്ടി ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു ഒരു പറമ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്നത്. കാരണം എല്ലാവരും കൂടെ വരുമ്പോൾ പിന്നെ തിരിച്ചെടുക്കാനായിട്ട് പാടാവുമല്ലോ എന്ന് വെച്ചിട്ട് അവിടെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് നടക്കുകയാണ് കേട്ടോ. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ബുക്ക് കവർ ചെയ്യണത്. ഇവർക്ക് വെനസ്ഡേ യൂണിഫോമിൻ്റെ കളറിനനുസരിച്ചാണ് കേട്ടോ ബുക്ക് കവർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവൻ്റെ റെഡാണല്ലോ വെനസ്ഡേ യൂണിഫോം, അപ്പോൾ റെഡ് കവറാണ് കിട്ടുന്നത്. നമ്മളുടെ പണ്ടത്തെ ബ്രൗൺ പേപ്പറൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ